നിശ്ശബ്ദ പ്രണയം. കൊച്ചിയിലെ ഒരു ചെറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. വളരെ ശാന്തനായ, അധികം സംസാരിക്കാത്ത ഒരാൾ. എന്നാൽ അവന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നത് നന്ദന. നന്ദന കോളേജിലെ ഏറ്റവും സന്തോഷത്തോടെ നടക്കുന്ന പെൺകുട്ടികളിൽ ഒരാളായിരുന്നു. അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അവളുടെ ചിരി കണ്ടാൽ പോലും ഒരാളുടെ മനസ്സിലെ വിഷമങ്ങളെല്ലാം മറന്നുപോകും. അർജുൻ അവളെ ആദ്യമായി കണ്ട ദിവസം തന്നെ അവന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. അവൻ അവളോട് അധികം സംസാരിച്ചില്ല. പക്ഷെ ദിവസവും അവളെ ദൂരത്തുനിന്ന് നോക്കുന്നത് അവന്റെ പതിവായി. ലൈബ്രറിയിൽ അവൾ ഇരിക്കുന്ന മേശയ്ക്കടുത്തിരിക്കുക, കോളേജിനെ ക്യാന്റീനിൽ അവൾ എത്തുന്ന സമയത്ത് ചായ കുടിക്കാൻ പോകുക, ഇവയൊക്കെ അവന്റെ ചെറിയ സന്തോഷങ്ങളായിരുന്നു. ഒരു ദിവസം നന്ദന ലൈബ്രറിയിൽ ഒരു പുസ്തകം തേടിക്കൊണ്ടിരുന്നു. അവൾക്കത് കിട്ടിയില്ല. അർജുൻ അത് കണ്ടു. അടുത്ത ദിവസം അവൾ അന്വേഷിച്ച അതേ പുസ്തകം അർജുൻ കണ്ടെത്തി അവളുടെ മേശപ്പുറത്തു വെച്ചു. പുസ്തകത്തിനുള്ളിൽ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തന്നെ കണ്ടെത്തും. നന്ദന ആ കുറിപ്പ് വായിച്ച് ചുറ്റും നോക്കി. പക്ഷേ ആരാണ് വെച്ചത് എന്ന് അവൾക്കറിയില്ലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അർജുൻ അവളുടെ ജീവിതത്തിൽ ഒരു നിശ്ശബ്ദ സാന്നിധ്യമായി തന്നെ തുടർന്നു. ഒരു ദിവസം കോളേജിന്റെ അവസാന ദിവസമെത്തി. എല്ലാവരും സന്തോഷത്തോടും വിഷമത്തോടും കൂടി പരസ്പരം വിട പറയുകയായിരുന്നു. നന്ദന പുറത്തേക്ക് നടക്കുമ്പോൾ അർജുൻ അവളുടെ അടുത്തേക്ക് വന്നു. ആദ്യം അവൻ അല്പം മടിച്ചു. പിന്നെ ധൈര്യം കണ്ടെത്തി പറഞ്ഞു, "നന്ദന, 4 വർഷം ഞാൻ നിന്നോട് പറയാൻ ധൈര്യം കിട്ടാത്ത ഒരു കാര്യമുണ്ട്." നന്ദന അതിശയത്തോടെ അവനെ നോക്കി. അർജുൻ പതുക്കെ പറഞ്ഞു, "നിന്റെ ചിരി എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംഗീതമാണ്. ഞാൻ നിന്നെ വളരെ ഇഷ്ടപ്പെടുന്നു." ഒരു നിമിഷം നിശ്ശബ്ദത. പിന്നീട് നന്ദന ചിരിച്ചു. "അർജുൻ, ലൈബ്രറിയിൽ കിട്ടിയ ആ കുറിപ്പ്, അത് നീയാണെന്നെനിക്ക് അറിയാമായിരുന്നു." അവൻ അതിശയിച്ചു. നന്ദന വീണ്ടും പറഞ്ഞു, "നിന്റെ നിശ്ശബ്ദത പോലും എനിക്ക് സംസാരിക്കുന്ന പോലെ തോന്നിയിരുന്നു." ആ ദിവസം അവരുടെ പ്രണയം തുടങ്ങി. ഒരുപാട് വാക്കുകളില്ലാതെ, പക്ഷെ ഒരുപാട് മനസ്സുകൾ നിറഞ്ഞ്. കാരണം ചില പ്രണയങ്ങൾ വാക്കുകൾ കൊണ്ടല്ല, ഹൃദയത്തിന്റെ നിശ്ശബ്ദത കൊണ്ടാണ് പറയപ്പെടുന്നത്. കടൽക്കരയിലെ കാത്തിരിപ്പ്. സന്ധ്യസൂര്യൻ കടലിൽ മങ്ങിയിറങ്ങുന്ന സമയം. തണുത്ത കാറ്റുവീശുന്ന മനോഹരമായ കടൽത്തീരം. കോവലം ബീച്ച്. അവിടെ ഓരോ ദിവസവും ഒരേ സ്ഥലത്ത് ഇരിക്കാറുണ്ടായിരുന്നു വിശാൽ. അവനൊരു ഫോട്ടോഗ്രാഫർ. കടൽ, സൂര്യാസ്തമയം, തിരമാലകൾ, അവന്റെ ക്യാമറയിൽ എല്ലാം മനോഹരമായി പതിയും. പക്ഷെ ഒരു ദിവസം അവന്റെ ശ്രദ്ധ മറ്റൊരാളിലേക്ക് പോയി. കടൽക്കരയിൽ ഒറ്റയ്ക്ക് നടക്കാറുള്ള ഒരു പെൺകുട്ടി. അവളുടെ പേര് നീല. അവൾ ഓരോ ദിവസവും സന്ധ്യയ്ക്ക് കടൽക്കരയിലെത്തും. തിരമാലകളെ നോക്കി നിൽക്കും. പിന്നെ ശാന്തമായി മടങ്ങും. വിശാൽക്ക് അവളെക്കുറിച്ച് കൗതുകം തോന്നി. ഒരു ദിവസം അവൻ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, "നീ ദിവസവും ഇവിടെ വരാറുണ്ടല്ലോ?" നീല ഒന്ന് ചിരിച്ചു. "അതെ, കടൽക്കാറ്റ് എനിക്കിഷ്ടമാണ്." അത് അവരുടെ ആദ്യ സംഭാഷണം. അതിനുശേഷം അവർ പല ദിവസവും സംസാരിക്കാൻ തുടങ്ങി. വിശാൽ അവൾക്ക് തന്റെ ഫോട്ടോകൾ കാണിക്കും. നീല കടലിന്റെ കഥകൾ പറയും. ഒരു ദിവസം വിശാൽ ചോദിച്ചു, "എന്തിനാണ് ദിവസവും ഇവിടെ വരുന്നത്?" നീല കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. "ഞാനൊരാളെ ഇവിടെ കാത്തിരിക്കുകയാണ്," അവൾ പറഞ്ഞു. വിശാലിന്റെ ഹൃദയം അല്പം ഭാരമായി. "ആരാണ്?" അവൻ ചോദിച്ചു. "എന്റെ പഴയ പ്രണയം," അവൾ പറഞ്ഞു. "എനിക്കവൻ ഒരിക്കൽ തിരിച്ചുവരുമെന്ന് പറഞ്ഞിരുന്നു." വിശാൽ ഒന്നും പറഞ്ഞില്ല. ദിവസങ്ങൾ കടന്നു. പക്ഷെ നീല ഇപ്പോഴും കാത്തിരുന്നു. ഒരു ദിവസം ശക്തമായ മഴ. കടൽത്തീരം ശൂന്യം. നീല മാത്രം അവിടെ നിന്നു. അപ്പോൾ വിശാൽ അവളുടെ അടുത്തേക്ക് വന്നു. "ഇന്നും കാത്തിരിക്കുകയാണോ?" അവൻ ചോദിച്ചു. നീല ശാന്തമായി പറഞ്ഞു, "ചില വാഗ്ദാനങ്ങൾ എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ല." വിശാൽ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. പിന്നീട് അവൻ പറഞ്ഞു, "ഒരിക്കൽ നീ കാത്തിരിക്കുന്നവൻ വരാതിരുന്നാൽ നിന്റെ കൂടെ നടക്കാൻ ഞാനിവിടെ ഉണ്ടാകും." നീല ആദ്യമായി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ പുഞ്ചിരിച്ചു. മാസങ്ങൾ കടന്നു. ഒരു ദിവസം നീല കടൽക്കരയിലെത്തി. വിശാൽ അവിടെയില്ല. അവൾ അല്പം ആശങ്കപ്പെട്ടു.
അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം. ഇന്ന് ഞാൻ വൈകി. വിശാൽ. അവന്റെ കയ്യിലൊരു ഫോട്ടോ. അതിൽ നീല കടൽക്കരയിൽ ചിരിക്കുന്ന ചിത്രം. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രം, അവൻ പറഞ്ഞു. നീലയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കിനി കാത്തിരിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു, അവൾ മൃദുവായി പറഞ്ഞു. കടൽക്കാറ്റ് കൂടുതൽ മൃദുവായി വീശി. ചില പ്രണയങ്ങൾ കടൽത്തീരത്ത് തുടങ്ങും, പക്ഷെ അത് ഹൃദയത്തിൽ സ്ഥിരമായി താമസിക്കും. കടൽ, ഹൃദയം. മറന്നുപോയ കുട. മഴ പെയ്യുന്ന ഒരു വൈകുന്നേരം. റോഡുകളിൽ വെള്ളം നിറഞ്ഞു. ആളുകൾ വേഗത്തിൽ നടക്കുകയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ ഒരു ബസ് സ്റ്റോപ്പിൽ രാഹുൽ നിൽക്കുകയായിരുന്നു. അവനൊരു സ്കൂൾ ടീച്ചർ. ജീവിതം വളരെ സാധാരണ. രാവിലെ സ്കൂൾ, വൈകുന്നേരം വീട്ടിലേക്ക്. അന്ന് മഴ വളരെ ശക്തമായിരുന്നു. രാഹുലിന് കുടയില്ല. അപ്പോൾ അവന്റെ അരികിൽ ഒരു പെൺകുട്ടിയെത്തി. കയ്യിൽ വലിയ ഒരു കുട. അവൾ സാനിയ. രാഹുൽ മുഴുവൻ നനയുന്നത് കണ്ടപ്പോൾ അവൾ ചിരിച്ചു പറഞ്ഞു, കുടയുടെ പകുതി ഷെയർ ചെയ്യാമോ? രാഹുൽ അല്പം ലജ്ജിച്ചു. താങ്ക്സ്, അവൻ പറഞ്ഞു. അവർ ഒരേ കുടയ്ക്കടിയിൽ നിന്നു. മഴയുടെ ശബ്ദത്തിനിടയിൽ ചെറിയൊരു നിശ്ശബ്ദം. നിങ്ങളിവിടെ അടുത്ത് താമസിക്കുന്നുണ്ടോ? സാനിയെ ചോദിച്ചു. അതെ, ഞാനിവിടെ സ്കൂളിൽ ടീച്ചറാണ്, രാഹുൽ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചു. ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്നതാണ്. ബസ് വന്നു. അവർ ഒരുമിച്ച് കയറി. പക്ഷെ തിരക്കിനിടയിൽ അവർ വേർപിരിഞ്ഞു. ബസ്സിറങ്ങിയപ്പോൾ രാഹുൽ ശ്രദ്ധിച്ചു. സാനിയയുടെ കുട അവന്റെ കയ്യിൽ തന്നെ. അവളത് മറന്നുപോയി. അടുത്ത ദിവസം രാഹുൽ അതേ ബസ് സ്റ്റോപ്പിൽ കാത്തിരുന്നു. പക്ഷെ അവൾ വന്നില്ല. 3 ദിവസം, 4 ദിവസം അവൾ വന്നില്ല. ഒരു ദിവസം മഴ വീണ്ടും പെയ്തു. രാഹുൽ കുടയുമായി അവിടെ നിന്നു. അപ്പോൾ ഒരു ശബ്ദം. അത് എന്റെ കുടയാണല്ലോ. രാഹുൽ തിരിഞ്ഞു നോക്കി. സാനിയ. അവൾ ചിരിച്ചു. നീ ഇത്ര ദിവസവും കാത്തിരുന്നോ? രാഹുൽ അല്പം നാണിച്ചു. കുട തിരിച്ചു നൽകാൻ, സാനിയ പറഞ്ഞു. അപ്പോൾ ഇന്നു മുതൽ അത് നമ്മൾ രണ്ടുപേരുടെയും കുട. ആ ദിവസം അവർ ഒരേ കുടയ്ക്കടിയിൽ നടക്കാൻ തുടങ്ങി. മഴ പെയ്യുമ്പോൾ അവർ ഒരുമിച്ച് നടക്കും. പിന്നീടൊരു ദിവസം രാഹുൽ ചിരിച്ചു പറഞ്ഞു, നിന്റെ കുട മറന്നത് നല്ലതായിരുന്നു. സാനിയ ചോദിച്ചു, എന്തുകൊണ്ട്? രാഹുൽ മറുപടി നൽകി, അത് മറന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമായിരുന്നില്ല. മഴ വീണ്ടും പതുക്കെ പെയ്യാൻ തുടങ്ങി. ചില പ്രണയങ്ങൾ വലിയ സംഭവങ്ങളിൽ നിന്നല്ല തുടങ്ങുന്നത്. ഒരു മറന്നുപോയ കുട കൊണ്ടാണ് തുടങ്ങുന്നത്. മഴയും പ്രണയവുമായി.